എല്ലാവർക്കും ഹൈ റേഞ്ച് ഡയറീസിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമൊക്കെ ആയിട്ടിരിക്കുന്നല്ലോ അല്ലേ? പിന്നെ ഇതാ ഇവിടെ ഭയങ്കര മഴയാണ്. നിങ്ങൾക്കും അവിടെ മഴ തന്നെയായിരിക്കും അല്ലേ? ഇവിടെ ഭയങ്കര മഴയൊക്കെയാണ്. ഞാനിപ്പോൾ ഉച്ചക്കത്തേക്ക് ഞാൻ ഇച്ചിരി പരിപ്പ് മുരിങ്ങയില ഇങ്ങനെ ഇട്ട് ചാറ് വയ്ക്കാമെന്ന് വിചാരിച്ചു. അതൊന്ന് നിങ്ങളെ കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത്. അതിലേക്ക് ഞാനിത് ഒരു കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ കുക്കറിനകത്തേക്ക് കുറച്ച് പയർ തലേ ദിവസം ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിരുന്നതാണ്. അത് ഞാനൊന്നിട്ട് കൊടുത്തൊന്ന് കഴുകി വാരി വെച്ചിരിക്കുക. അത് ഞാൻ ഇതിലേക്ക് ഇട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ. അതിൻ്റെ അകത്തേക്ക് ഞാൻ അല്പം മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇട്ട് ഞാനൊന്ന് വേവിക്കുകയാണ്. ഇത് വേവിക്കുന്നതിൻ്റെ അകത്തേക്ക് ഞാൻ അല്പം ഒരു ഇച്ചിരി ഇഞ്ചി 2 വെളുത്തുള്ളിയൊക്കെ ചേർക്കുന്നുണ്ട് കേട്ടോ, ഞാൻ വെക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഈ ഇഞ്ചി ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞു കൊടുക്കുവാണ്. അതുപോലെ വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമുക്കിതിലേക്ക് ഒന്ന് വിസിൽ കേട്ടതിന് ശേഷം ഓഫ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഈ മുരിങ്ങയില ഞാൻ ഇച്ചിരി പറിച്ച് നോക്കിയെടുത്ത് വെച്ചിട്ടുണ്ട്. അതും കൂടെ ഇടുന്ന കൂട്ടത്തിൽ ഇതും കൂടെ ഇതും കൂടെ ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. ഇതേപോലെ കുറച്ച് മുരിങ്ങയില ഞാൻ ഇതേപോലെ നോക്കിയെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ മുരിങ്ങയിലയും പരിപ്പ് ഇപ്പോഴേ ഇത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അടുത്ത മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് ഇത് പറ്റില്ല കേട്ടോ. ഈ മുരിങ്ങയില നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിലേക്ക് ഞാൻ ഇച്ചിരി ഒരു ചെറിയൊരു ഇഞ്ചി, ഒരു 2 വെളുത്തുള്ളിയും ഒക്കെ കൂടെ ഇതിൻ്റെ അകത്തേക്ക് ചേർക്കുന്നുണ്ട്. പിന്നെ ഞാനിതിന് അരയ്ക്കാനായിട്ട് ഞാൻ ഇതേപോലെ കുറച്ച് തേങ്ങയും മുളകും കൂടെ എടുത്തിട്ടുണ്ട്. ഇതൊന്നും നമുക്ക് അരച്ച് എടുത്തുകൊണ്ട് വരണം. തേങ്ങയും കുറച്ച് കാന്താരിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതും കൂടെ ഞാൻ ഇതിലേക്കൊന്ന് അരച്ച് ഇടാനായിട്ട് അരയ്ക്കുന്നുണ്ട് കേട്ടോ. അതും കൂടെ നമുക്കൊന്ന് അരച്ചെടുക്കാം. ത്തേക്ക് കുറച്ച് ഉള്ളിയും കൂടെ ഞാൻ അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. ഇതൊന്ന് വിസിൽ വന്നു കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതെല്ലാം കൂടെ ഇട്ട് ഒന്നും കൂടെ മുരിങ്ങയിലയും ഇതെല്ലാം കൂടെ ഇട്ട് ഒന്നും കൂടെ വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമുക്ക് ഉള്ളി അരിഞ്ഞതും കൂടെ കുറച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോഴത്തേക്ക് തേങ്ങയും പച്ചമുളകും കൂടെ ഇട്ടിട്ട്, പച്ചമുളകോ കാന്താരിയോ എന്താണെന്ന് വെച്ചാൽ അതിട്ടിട്ട് ഒരു അരമുറി തേങ്ങ ഇല്ല, ഒരു മുക്കാമുറി തേങ്ങ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. അത്രയും എടുത്ത് അതിൻ്റെ അകത്തേക്ക് ഞാൻ ഇതേപോലെ തേങ്ങയും പച്ചമുളകും കൂടി ഇട്ടൊന്ന് അരച്ചെടുക്കുകയാണ്. നിങ്ങൾക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും വേണമെന്നുണ്ടെങ്കിൽ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ പരിപ്പായതുകൊണ്ടാണ് അതൊക്കെ ചേർക്കുന്നത് കേട്ടോ, ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചേർക്കുന്നത്. അത് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് ഇത് മാത്രം മതി. തേങ്ങയും പച്ചമുളകും ഒക്കെ കൂടി ചേർത്ത് അരച്ചെടുത്താൽ മതി കേട്ടോ. ഇതൊന്ന് നോക്കാം. ഇതിൻ്റെ ആവി പോയിട്ടുണ്ടെങ്കിൽ ആവി പോയതിന് ശേഷം നമുക്കിതൊന്ന് എടുത്ത് മാറ്റി നോക്കാം പരിപ്പ് വെന്തോന്ന്. പരിപ്പൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് ഞാനിപ്പോൾ ഇത് തീ കത്തിച്ചിട്ട് അതിലേക്ക് ഞാൻ ഇതെല്ലാം ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ അരിഞ്ഞതാണ് കേട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഞാൻ മുരിങ്ങയിലയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇതൊന്ന് നന്നായിട്ട് വെന്തതിന് ശേഷം മാത്രം നമുക്ക് ബാക്കി അരപ്പ് ചേർത്താൽ മതി. തേങ്ങയും പച്ചമുളകും കൂടെ ഞാൻ അരച്ച് വെച്ചിരിക്കുന്നത്, കാന്താരിയാണ് കേട്ടോ ഞാൻ ഇട്ടേക്കുന്നത്, അതും കൂടെ അരച്ച് വെച്ചിരിക്കുന്നത്. ഇതും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് വെന്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ളത് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമുക്ക് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്തോന്ന് നമുക്കൊന്ന് നോക്കാം. വെയിറ്റ് ഇടാതാണ് കേട്ടോ ഞാൻ വെച്ചിരുന്നത് കുക്കറിൽ. വെറുതെ അടച്ചു വെച്ചെന്ന് മാത്രമേ ഉള്ളൂ. മുരിങ്ങയിലേക്ക് ആകുമ്പോൾ ഇലകളൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ വേവുമല്ലോ. അപ്പോൾ അത് വെന്തോന്ന് നമുക്കൊന്ന് നോക്കാം. അത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇപ്പോൾ ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പും ചേർക്കാം കേട്ടോ. തീ കുറച്ച് വെച്ചിട്ട് നമുക്ക് ഈ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് നീട്ടി കൊടുക്കാം. എത്ര കറിയുടെ അളവനുസരിച്ച് നിങ്ങളതിൻ്റെ ഇതെല്ലാം കൂട്ടുക കേട്ടോ. തേങ്ങായും അതനുസരിച്ച് കറിയുടെ അളവനുസരിച്ച് നിങ്ങളിതെല്ലാം കൂട്ടിയെടുക്കുക. ഞാൻ ഇത്രയും വെള്ളം ഇതേപോലെ ഇത്രയും വെള്ളമേ ഞാൻ ഒഴിക്കുന്നുള്ളൂ. ഇതേപോലെ നമുക്ക് എടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് കേട്ടോ ഇത്. നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കിത് വാങ്ങി വെച്ചിട്ട് നമുക്ക് ഇത് അല്പം കടുക് വറുത്ത് ഇതിൻ്റെ അകത്തേക്ക് ഒഴിക്കാം. ഇതുവരെ നമ്മൾ വെളിച്ചെണ്ണ കടുകൊന്നും വറുത്തില്ലല്ലോ. ഇത് നന്നായിട്ടൊന്ന് ആവി കയറിയതിന് ശേഷം ഒന്ന് നന്നായിട്ട് ചൂടായി വരണം.
തിളയ്ക്കാറായി വരുന്നിടം വരെ നമുക്കിതൊന്ന് ഇങ്ങനെ ഒന്ന് വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കുക. തേങ്ങ അരച്ച് ചേർത്തതല്ലേ, അതുകൊണ്ടാണ് കേട്ടോ. ഒന്ന് ആക്കിയെടുക്കുക. അതിന് ശേഷം നമുക്ക് കടുക് വറുത്ത് ഇതിൻ്റെ അകത്തേക്ക് ഇടാം. ഇടുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ചീനിച്ചട്ടി അടുപ്പ് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. പിന്നെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ഇട്ട് കൊടുക്കണം. ഉള്ളി, പിന്നെ കരിവേപ്പില, ഇത്രയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഉണക്കമുളക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഉണക്കമുളകും കൂടെ നമുക്കിതിലേക്ക് വറുത്തിടാനായിട്ട് എടുക്കാവുന്നതാണ് കേട്ടോ. കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഞാൻ 2 തണ്ട് കരിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഉള്ളിയും കൂടെ ഞാനൊന്ന് ഇട്ട് കൊടുത്തു. നന്നായിട്ട് മൂത്തിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കറിയാണ് ഈ കറി. നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ.